സാർ, ഏതു മേയർ കേസ് 2 മാസമാകുന്നു. എന്താണ് ഇപ്പോൾ കേസിന്റെ അവസ്ഥ? 27-ാം തീയതി ആകുമ്പോഴേക്കും, അതായത് നാളെ ആകുമ്പോഴേക്കും യദു മേയർ വിഷയം തുടങ്ങിയിട്ട് 2 മാസമാകുന്നു. കേസിന്റെ വിഷയം അല്ലെങ്കിൽ കേസിന്റെ നടപടികൾ ഒരു സൈഡിൽ കിടക്കുന്നു. മറ്റേ സൈഡിൽ 2 മാസമായിട്ട് KSRTC എംപാനൽ ജീവനക്കാരനായിരുന്ന യദു ജോലിയില്ലാതെ നടക്കുന്നു. ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ രണ്ടാമത്തെ വിഷയമായ യദുവിന്റെ ജോലി, അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു കുടുംബം, ഒരു 7 വയസ്സുള്ള മകൻ, ഇത്രയും പ്രാരാബ്ധമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വിഷയം. കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണം ത്വരഗതിയിൽ, അല്ലെങ്കിൽ ധൃതി പിടിച്ച് ഒരു കേസിൽ അന്വേഷണം നടന്നു പോകുന്നു. രണ്ടാമത്തെ കേസിന്റെ അന്വേഷണം അതേ പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള, അല്ലെങ്കിൽ അതേ സബ് ഡിവിഷന്റെ കീഴിലുള്ള പോലീസുകാരുടെ അന്വേഷണം ഒന്നും തന്നെ ചെയ്യാതെ, ഒരിടത്തും എത്താതെ വളരെ നിർജീവമായ അവസ്ഥയിൽ കിടക്കുന്നു. ഇതാണ് കഴിഞ്ഞ 2 മാസമായി ഈ രണ്ട് വിഷയത്തിന്റെയും ഒരു ഓവറോൾ ലുക്ക്. നാളെ മന്ത്രിയെ കാണുന്നുണ്ട് യദു. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനുകൂല നടപടി ഉണ്ടാകുമോ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോ സത്യം പറഞ്ഞാൽ കേരള മന്ത്രിസഭയിൽ ആക്റ്റീവ് മിനിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ വളരെ കാര്യമായി ദൈനംദിനമായി നിൽക്കുന്ന വിഷയങ്ങൾ ഇടപെടുകയും അതിനൊരു പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നത് വളരെ സ്മാർട്ടായിട്ടും വളരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മിനിസ്റ്ററാണ് ശ്രീ KB ഗണേഷ് കുമാർ. അപ്പോ അദ്ദേഹം പോലും ഈ വിഷയം നടന്ന് പ്രാരംഭ സമയത്ത് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ ലൈബിലിറ്റീസും അദ്ദേഹത്തിൻ്റെതായ റെസ്ട്രിക്ഷൻസും ഉണ്ടാവാം. എന്നാലും തൻ്റെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള തന്നെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ, മന്ത്രിയുടെ കീഴിലുള്ള KSRTC സംവിധാനത്തെ വിശ്വസിച്ച് രാവിലെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു ജോലിക്കാരന്റെ തൻ്റേതല്ലാത്ത കാരണത്താൽ, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിനല്ലാത്ത കാരണത്താൽ, ഇതുവരെ കുറ്റക്കാരനെന്ന് കണ്ടെത്താത്ത കാരണത്താൽ അദ്ദേഹത്തിനെ 2 മാസമായിട്ടും പുറത്തു നിർത്തിയിട്ടും മന്ത്രി, അല്ലെങ്കിൽ വകുപ്പ് തല മന്ത്രി ഈ വിഷയത്തിൽ ഇന്ന് വരെയും പ്രതികരിക്കാത്തത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഇനി 31-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 31-ാം തീയതി യദു മന്ത്രിക്ക് ഒരു നിവേദനം നൽകി. എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, കൊച്ചിന് സ്കൂൾ തുറക്കാറായി, മോനെ പഠിപ്പിക്കണം, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു നിവേദനം നൽകി. അതിനൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇനി നാളെ അദ്ദേഹം നേരിട്ട് കണ്ട്, നിയമസഭയൊക്കെ നടക്കുന്ന സമയമാണ്, നേരിട്ട് കണ്ട് മന്ത്രിയെ കണ്ട് ഒരിക്കൽ കൂടി തന്റെ സങ്കടം ബോധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുപോലെ അതേ സമയത്ത് നമ്മൾ KSRTC CMDക്ക്, അല്ലെങ്കിൽ അവിടുത്തെ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ചോദിച്ചിരുന്നു, ഈ യദുവിനെ എന്തിനാണ് പുറത്താക്കിയത്. അതിന് ഉത്തരം കിട്ടിയത്, അത് KSRTCയുടെ വിജിലൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം തൽക്കാലം ജോലി തുടരണ്ട എന്നാണ് ഒരു വിവരാവകാശ പ്രകാരം നമുക്ക് തന്ന മറുപടി. തിരിച്ചെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിന് ഉത്തരം ബാധകമല്ല എന്നുള്ള രീതിയിലാണ് മറുപടി തന്നത്. അപ്പം ശരിക്കും ഒരു ഇൻജസ്റ്റിസ് ആണ് ഈ പറയുന്ന ഈ പാവം ഡ്രൈവർക്കെതിരെ KSRTCയുടെ ഭാഗത്തുനിന്നായിരുന്നാലും ശരി, പോലീസിന്റെ ഭാഗത്തുനിന്നായിരുന്നാലും നടക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. യദുവിന് ഇനി എപ്പോൾ ജോലിയിൽ കയറാൻ പറ്റും? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ക്വസ്റ്റ്യൻ. യദുവിന് എപ്പോൾ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് എന്നെപ്പോലെ തന്നെ, നിങ്ങളെപ്പോലെ തന്നെ മലയാളികളായ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവുമാണ്. വളരെ പെട്ടെന്ന് തന്നെ യദുവിനെ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ പറ്റണമെന്നുള്ളത്. ഞങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നോക്കിയാൽ, എന്തുകൊണ്ടാണ് യദുവിന് ജോലി പ്രവേശിക്കാൻ പറ്റാത്തത്? KSRTC ഡ്രൈവർമാർ, അല്ലെങ്കിൽ KSRTC വണ്ടി ഓടിക്കുന്ന കേരളത്തിലുള്ള എല്ലാ ഡ്രൈവർമാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല പല കേസുകളിൽ പെടുന്ന ആൾക്കാരാണ്. അത് ഈ ട്രാഫിക് ഒഫൻസുകളിൽ പെടുന്ന ആൾക്കാരാണ്, അല്ലാതെയും പെടുന്ന ആൾക്കാരാണ്. അതില് പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോടതിയിൽ വിചാരണ നടക്കുന്ന ട്രാഫിക് ഒഫൻസുകൾ, 304A പ്രകാരമുള്ള കേസുകൾ, അതായത് ഡെത്ത് പോലത്തെ കേസുകളെല്ലാം നടക്കുന്നു. ആ ഡ്രൈവർമാരെല്ലാം ജോലിയിലുമുണ്ട്, അവർക്കെല്ലാം ജോലി സംബന്ധമായ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല?
അദ്ദേഹത്തിന്റെ പരാതിയുടെ പുറത്ത് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഇനി വരണ്ട എന്നൊരു ലെറ്റർ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ അദ്ദേഹത്തിന് മറ്റു ജോലിക്ക് പോയിട്ട് സ്വന്തം കുടുംബം പുലർത്താം. അതിനും പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ചിന്തിച്ചാൽ, ഈ പറയുന്ന ഡ്രൈവർ ചെന്ന് പെട്ടത്, അല്ലെങ്കിൽ ഡ്രൈവർ ഒരു ഇഷ്യൂവിൽ ഇൻവോൾവ് ആയത് ഇവിടുത്തെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഇടയിലാണ്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഇഷ്യൂ ഉണ്ടായത്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം ജോലി തിരിച്ചു കിട്ടാവുന്നില്ല, ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല, മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ പറ്റുന്നില്ല. വെളിയിറങ്ങി നടക്കുമ്പോഴെല്ലാം ആൾക്കാർ ചോദിക്കുന്നത്, കഴിഞ്ഞ 2 മാസമായിട്ട് കേരളത്തിലുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേ കാര്യമാണ്, യദുവിന് എന്ത് പറ്റി, യദുവിന്റെ കേസിന് എന്ത് പറ്റി, യദുവിന്റെ ജോലിക്ക് എന്ത് പറ്റി, കുട്ടി എങ്ങനെ ജീവിക്കുന്നു? ഈ കേരളത്തിലുള്ള ആൾക്കാരുടെ ആശങ്കയൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഈ ഇദ്ദേഹത്തിന് KSRTC മിനിസ്റ്ററായ KP ഗണേഷ് കുമാറിന് ഇല്ലേ? അതോ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ദിവസം ജോലി ചെയ്തു പോയ ഒരു ഡ്രൈവർക്ക് അദ്ദേഹം സംരക്ഷണം നൽകില്ലേ? ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്. യദു കൊടുത്ത കേസിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവും ജാമ്യമെടുത്തോ? എന്തായി ആ കേസ്? ഈ കേസിൽ സാധാരണഗതിയിൽ ഒരു ഒഫൻസിൽ പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ആ കേസ് അന്വേഷിക്കും. ആ പ്രതികളെ ഒന്നുകിൽ പോലീസ് പിടിക്കും, കോടതിയിൽ കൊണ്ടുവരും, അവർ റിമാൻഡ് ചെയ്യുകയോ ജാമ്യം കൊടുക്കുകയോ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ചില സർട്ടൺ ഒഫൻസസിൽ നിലവിലുള്ള നിയമപ്രകാരം അവർക്ക് നിയമപരമായ ഒരു ഷോക്കോസ് നോട്ടീസ്, നമ്മൾ ക്രിമിനൽ നടപടിക്രമത്തിൽ പറയുകയാണെങ്കിൽ 41A നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിന്റെ പ്രകത്ത് അവരെ ഇത്ര സമയത്ത് ഇന്ന തീയതിയിൽ സ്റ്റേഷൻ ഓഫീസർ മുമ്പാകെയോ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെയോ ഹാജരാവാൻ പറയണം. ഇനി ഹാജരായിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ രേഖപ്പെടുത്തി, അത് രേഖാമൂലം രേഖപ്പെടുത്തിയിട്ട് അവർ അറസ്റ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവർ അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ മൊഴി എടുത്തിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, സാക്ഷികളെ കണ്ട് ചോദിക്കാം. ഇവിടെ ഈ യദു കോടതി മുഖാന്തരം കൊടുത്തൊരു കേസിനകത്ത് അതിൽ യദുവിന്റെ ഒരു പരാതി, യദുവിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ, യദുവിന്റെ കംപ്ലൈന്റ് പുറത്ത് രേഖപ്പെടുത്തിയ ഒരു FIR, ഈ 2 സാധനം മാത്രമേ കോടതിയിൽ ഇന്ന് വരെ പോലീസുകാർ ഹാജരാക്കിയിട്ടുള്ളൂ. നമ്മൾ വാദിക്ക് ഒരു അവകാശമുണ്ട് കോടതിയിൽ എന്ത് സ്റ്റാറ്റസിലെത്തി, അല്ലെങ്കിൽ അന്വേഷണം എന്ത് സ്റ്റാറ്റസിലെത്തി എന്ന് ചോദിക്കാനുള്ള അവകാശം വാദിക്കുണ്ട്. ആ റൈറ്റ് നമ്മൾ അവലംബിച്ചുകൊണ്ട് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്തത് അവര് കണ്ടക്ടറെ കണ്ട് ചോദിച്ചു. ഒരു KSRTC ഡ്രൈവർ അതിനകത്ത് സാക്ഷിയായിട്ടുണ്ടായിരുന്നു, അയാളെ കണ്ട് ചോദിച്ചു. സീൻ മാസ്റ്റർ തയ്യാറാക്കി. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് അവർ ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഹാജരാക്കിയത്. പക്ഷേ ഈ 2 മാസമായിട്ടും ഈ പറയുന്ന റിപ്പോർട്ടുകളൊന്നും കോടതിയുടെ കേസ് ഫണ്ടിലോട്ട് എത്തിയിട്ടില്ല. അതിൽ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു, ഡ്രൈവർ പ്രതികളെ നോട്ടീസ് കൊടുത്ത് വരുത്തിയോ, പ്രതികൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തോ, പ്രതികൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കോടതിയിൽ അവർ മറുപടി പറഞ്ഞില്ല. ഇനി ഇതേ ആവശ്യം ചോദിച്ചുകൊണ്ട് വാദി തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ നേരിട്ട് പോയി കണ്ടു. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടെ വിളിച്ചിരുത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ ചോദിച്ചു, മറ്റ് വിശേഷങ്ങളൊക്കെ, അതായത് കേസുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധിപ്പിച്ചോളാം, നീ കോടതി പോയി അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് നേരെ കോടതിയിലോട്ട് വന്നു. അവിടെ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവിടെ ഇല്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫ്രണ്ടിൽ പോയി. ഇരിക്കാൻ പറഞ്ഞില്ല, പകരം സാധാരണ പോലീസിന്റെ സ്വഭാവം മാറും പോലെ മാറി, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കോടതി തീർത്താൽ മതി എന്നുള്ള ലാംഗ്വേജിലോട്ട് എത്തി. 3ാമത്തെ പ്രാവശ്യവും പോയി. അത് മീഡിയ ആൾക്കാരൊക്കെ കൂടെ ഉള്ളപ്പോഴാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റേഷന്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇപ്പൊ ഇവിടെ ഒന്നും സൗകര്യമില്ല, ഒന്നും പറയാൻ സൗകര്യമില്ല, നീ കൊണ്ട് കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിൽ ഇറക്കി വിട്ടു. അപ്പോ ഇതിന്റെ പോക്ക് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഒരു തരത്തിലും ഒരു സപ്പോർട്ടും രാഷ്ട്രീയപരമായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തു നിന്നില്ല, തൊഴിൽപരമായിട്ടില്ല. മറിച്ച് എതിർകക്ഷികൾക്ക് അവരുടെ കേസിൽ അന്വേഷണം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. CCTV ഫൂട്ടേജസ്, പാളയം സ്റ്റാച്യു, PMG മുതലായ സ്ഥലങ്ങളിലെ CCTV ഫൂട്ടേജുകൾ, മറ്റേ അവിടെ ഉള്ള AI ക്യാമറയും മറ്റ് ട്രാഫിക് ക്യാമറാസ് എല്ലാം വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ നിന്നെല്ലാം ശേഖരിക്കുന്നു, അത് കോടതിയിൽ ഹാജരാക്കുന്നു. അതിനോടൊപ്പം മെമ്മറി കാർഡിന്റെ സ്ലോട്ട്, മെമ്മറി കാർഡ് കാണാനില്ല, തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു, അതിൽ ആര് എന്ത് എന്നുള്ളത് ആർക്കും അറിയില്ല, എന്ത് സംഭവിച്ചു എന്നുള്ളത്. സ്ലോട്ട് കോടതിയിൽ ഹാജരാക്കി, രഹസ്യമൊഴി രേഖപ്പെടുത്തി, പിന്നെ ഡമ്മി പരീക്ഷണങ്ങൾ നടത്തി. ഇതുപോലെ കേരള പോലീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സസൈസസും അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതിലൊന്നും ചെയ്യുന്ന അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന അന്വേഷണങ്ങൾ
ഈ യദുവിന്റെ കേസിലൊന്ന് അന്വേഷിക്കൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കളവായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊന്ന് അന്വേഷിക്കൂ. ഈ പ്ലാമൂട്, PMG, പട്ടം മുതലായ സ്ഥലങ്ങളിലുള്ള CCTV ക്യാമറകൾ എടുത്തതുപോലെ തന്നെ സാഫല്യം കോംപ്ലക്സിന്റെ തൊട്ട് ഫ്രണ്ടിൽ, യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിൽ ഈ സിഗ്നൽ ലാമ്പ് ഫേസ് ചെയ്തുകൊണ്ടൊരു CCTV ക്യാമറയുണ്ട്. ഈ സിഗ്നൽ ലാമ്പിന്റെ തൊട്ട് മുകളിലായിട്ട് 4-5 AI ക്യാമറാസ് ഉണ്ട്. ഈ കേസിൽ എന്തുകൊണ്ട് ആ ഫൂട്ടേജസ് ഒന്നും എടുത്ത് കോടതിയിൽ ഹാജരാക്കുന്നില്ല? അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നില്ല? മെമ്മറി കാർഡ് പോയെന്ന് പറഞ്ഞല്ലോ, മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞു. അതേസമയം ആ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നത്, ബസ് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ സീബ്ര ലൈനിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാഫിക് ക്യാമറ എടുക്കുന്നുണ്ട്. ആ ട്രാഫിക് ക്യാമറയുടെ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് ശേഖരിക്കുന്നില്ല? അത് ശേഖരിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ബസ്സിനകത്ത് MLA കയറിയെന്നറിയാം, ആരാണ് ബസ് നിർത്തിയത് എങ്ങനെയെന്നറിയാം, ബസ്സിനെ തടഞ്ഞു നിർത്തിയത് എങ്ങനെയെന്നറിയാം, ആരൊക്കെ ആദ്യം ഇറങ്ങി വന്നു എന്നറിയാം, എല്ലാ കാര്യങ്ങളും അതിനകത്ത് അറിയാമല്ലോ. ആ ക്യാമറ ഫുട്ടേജ് എന്തുകൊണ്ട് ഈ യദു ഫയൽ ചെയ്ത കേസിനകത്ത് ഹാജരാക്കുന്നില്ല? ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്, യദുവിന്റെ കേസിന്റെ അന്വേഷണം ശക്തമായി നടന്നാൽ, അല്ലെങ്കിൽ ശക്തമാക്കേണ്ട മര്യാദയ്ക്ക് നടന്നാൽ, മറ്റേ കേസ് കള്ളമാണ് എന്ന് കൃത്യമായി പോലീസിന് മനസ്സിലാവും. കൃത്യമായി മേയർക്കും MLAക്കും സഹോദരന്റെ ഭാര്യയ്ക്കും കൂടെ ഉണ്ടാകുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ യദുവിന്റെ കേസ് അന്വേഷിക്കാതെ ഈ ഇങ്ങനെ ഒരു ഡോർമൻ സിറ്റുവേഷനിൽ ഏത് വച്ചിരിക്കുന്നത്.